ഇനി പറയാൻ പോകുന്നത് പൊതുജനത്തെ എങ്ങനെ കഴുതയാക്കുന്നു എന്നതിന്റെ ക്ലാസിക് ഉദാഹരണത്തിലേക്കാണ്. തിരുവനന്തപുരം നഗരസഭയിലെ പേരൂർക്കട വാർഡിലെ മണ്ണാമൂലയിലാണുള്ളത്. ഒരു നോട്ടീസ് കാണിക്കാം. നവീകരിച്ച കോട്ടിലക്കോണം കുളം ഉദ്ഘാടനം. മുഖ്യമന്ത്രി, മേയർ, MLA, ഡെപ്യൂട്ടി മേയറുടെയൊക്കെ ചിരിക്കുന്ന പടങ്ങളുണ്ട്. ഈ ഒരു ഉദ്ഘാടന ഒരു നോട്ടീസാണ്. അതിനുള്ളിൽ തന്നെ പറയുന്നുണ്ട്, പേരൂർക്കട വാർഡിൽ കോട്ടിലക്കോണം കുളത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇരുവശവും ചുറ്റുമതിൽ സ്ഥാപിച്ച് ഇന്റർലോക്കിട്ട നടപ്പാതയും ഉൾപ്പെടുത്തി നീന്തൽ പരിശീലനം നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തി ഏറെ മികച്ച രീതിയിൽ നവീകരിച്ച കോട്ടിലക്കോണം കുളം പ്രദേശവാസികൾക്ക് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ ഉദ്ഘാടനം 24-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോട്ടീസ്. ഇനി കോട്ടിലക്കോണം കുളം കാണണ്ടേ? ഇതാണ് നവീകരിച്ച കോട്ടിലക്കോണം കുളം. ഇനി ഈ കോട്ടിലക്കോണം നീന്തൽക്കുളം നവീകരിച്ചതിന് ചിലവായ തുക എത്രയെന്നറിയണ്ടേ? 1,40,00,000 രൂപ. 1 കോടി എന്നാൽ 100 ലക്ഷം രൂപ. 140 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച നീന്തൽക്കുളമാണ് ദായി കാണുന്നത്. എവിടെ നാറ്റും ഭയങ്കര കൊതുകൊക്കെ ഉണ്ട്, പാമ്പ്, ലൈറ്റൊന്നും കത്തില്ല. 1 വർഷം മുമ്പാണ് ഈ നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചത്. സ്റ്റീൽ വേലിയുണ്ട്, സംരക്ഷണ ഭിത്തിയുണ്ട്, അതിനു മുകളിൽ ടൈൽ പാകിയിട്ടുണ്ട്, വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം 2 വശത്തും ഇരുമ്പ് ഫെൻസിങ്ങും സോളാർ ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയ്ക്കും 1,40,00,000 രൂപ വേണ്ടിവരുമോ? അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് ദഹിക്കില്ല. ബാക്കി നവീകരിച്ചതാണ് ഈ കാണുന്നത്. 24 നിശ്ചയിച്ച ഉദ്ഘാടനം, കുളത്തിന്റെ ഉദ്ഘാടനം അക്ഷരാർത്ഥത്തിൽ കുളമായി. നാട്ടുകാരും BJPയും കോൺഗ്രസും എല്ലാം ചേർന്ന് ആ ഉദ്ഘാടനം അങ്ങ് പ്രതിഷേധിച്ച് മുടക്കി. ഒന്നര വർഷം മുമ്പ് ഇതിന്റെ പണി ആരംഭിച്ചിട്ട് ഇതിൽ മുഴുവൻ ചപ്പ് ചവറ് പടർന്ന് ഇവിടെയെല്ലാം ഇഴജന്തുക്കളുടെ ശല്യം, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമായിട്ട് ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് കോർപ്പറേഷന്റെ വണ്ടികൾ വരുന്നു. ഈ ചവറെല്ലാം വാരി കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒന്നും ആയിട്ടില്ല. നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നല്ല പോലെ നവീകരിച്ച നീന്തൽ കുളം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നാണ്. ഇവിടെ കണ്ടാൽ അറിയാം ഈ കിടക്കുന്ന ഇതിന്റെ അവസ്ഥ എന്താണെന്ന്. മുൻപ് കൃഷി ആവശ്യങ്ങൾക്കും കുളിക്കാനും അലക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന കുളമാണ് കോർപ്പറേഷന്റെ അനാസ്ഥയിൽ നശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. 1 ഏക്കർ 48 സെന്റ് ഉണ്ടായിരുന്ന കുളത്തിന്റെ വിസ്തൃതി കുറഞ്ഞതായും നാട്ടുകാർ ആരോപിക്കുന്നു. ചാണകം ഉൾപ്പെടെയുള്ള മാലിന്യം കുളത്തിലേക്ക് ഒഴുക്കുന്നതും തടഞ്ഞിട്ടില്ല. എന്തിനാണ് ഇത്രയും പൈസ എവിടെ ചെലവാക്കി? ഇതിന്റെ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞാൽ അവര് പെട്ടുപോകും. 1 കോടി പോയിട്ട് ഒരു 50 ലക്ഷം രൂപ ചെലവാക്കിയെങ്കിൽ ഇതിനേക്കാളും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. നേരായ രീതിയിൽ അവർ നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങളുണ്ടാവും ആദ്യം കൈയടിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഉദ്ഘാടന മാമാങ്കം നടത്താനുള്ള തത്രപ്പാടിനിടയിൽ നവീകരണം നടത്തിയോ ഇല്ലയോ എന്നൊന്നും പരിശോധിക്കാൻ നഗരസഭാ ഭരണസമിതിക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ചെളി പൂർണ്ണമായി നീക്കം ചെയ്ത് കുളം ഉപയോഗപ്രദമാക്കണമെങ്കിൽ ഇനിയും പണം മുടക്കേണ്ട അവസ്ഥയാണ്. കുളമാക്കിയവരോടാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. 1,40,00,000 രൂപ അവരുടെ നികുതി പണമാണ്. ഇനി ഈ കുളം യഥാർത്ഥ നീന്തൽ കുളമാക്കിയിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. രഞ്ജിത്ത് ഫ്രാൻസിസിനും അരുണിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.